ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ അടുത്ത് നിന്ന് കുറേ സാധനങ്ങളുണ്ട്. ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കാനാണ് ഞാൻ വന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്ര മതി എന്നാ പറഞ്ഞത്? ക്ലിയർ ആണോ? ഇജ്ജ് പറഞ്ഞോണ്ടാ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ എടുക്കുന്നത്. എല്ലാവർക്കും നന്ദി. ഞാൻ സാധനം വാങ്ങിയിട്ട് ഞാൻ എല്ലാവരോടും നന്ദി പറയാണ്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, സ്റ്റോറിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി. അതങ്ങോട്ട് വീഡിയോ എടുത്തിടാന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങളും പോയി വാങ്ങിക്കോളി. അതിനാണ് നമ്മൾ വന്നത്. ആദ്യം തന്നെ നമുക്ക് എടുക്കാൻ ഒരു കൈക്കോട്ട്. ഈ കൈക്കോട്ട് എന്തിനാ ഉപയോഗിക്കണെന്നാ? പെര ചുറ്റോടിട്ട് പെരിച്ചായി ഇങ്ങനെ മാന്തിയിട്ട് മണ്ണ് ഇങ്ങനെ എടുത്തിടുക. അപ്പൊ അത് തോണ്ടണമെങ്കിൽ കൈക്കോട്ടനെ വേണം. ആ കൈക്കോട്ടുകൊണ്ട് തോണ്ടിക്കാണ്ട് ആ മണ്ണ് നീക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കൈക്കോട്ടുണ്ട്. ഇനി എന്തെങ്കിലും എലിയോ അല്ലെങ്കിൽ പൂച്ചയോ ഒക്കെ ചത്താല്, പൂച്ച ചാവൂല കേട്ടോ, എലിയോ അങ്ങനെ എന്തെങ്കിലും ചത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെമ്മീൻ്റെ വേസ്റ്റ് കുഴിച്ചിടണമെങ്കിലോ കൈക്കോട്ട് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഉണ്ടാ സ്വന്തം പൈസക്ക്. ഇതൊക്കെ നമ്മൾ മൂപ്പരാക്കാരെ പൈസ കേട്ടോ. ഇതിൽ എൻ്റെ പൈസയായിട്ട് ഏതൊക്കെയുള്ളത്? എൻ്റെ പൈസക്ക് അങ്ങനെയാണ്. ഇത് പിന്നെ ഈ ടവലുകൾ പിന്നെ ഇപ്പോൾ ഏതാ ഇത് ഇത്രയും സാധനങ്ങൾ എൻ്റെ പൈസക്ക് വാങ്ങിയത്. എൻ്റെ പൈസ പറഞ്ഞത് എനിക്ക് ഇപ്പപ്പ തന്നിന് കേട്ടോ. പെരുന്നാൾ പൈസകൾക്കൊക്കെ തന്നില്ലേ ഇപ്പപ്പ? ആ പൈസ എൻ്റെ പാത്തച്ചീനി. ആ പാത്തച്ച പൈസ എൻ്റെത് ഞാൻ എന്താ ചെയ്തു വെച്ചാൽ ആ പൈസ എൻ്റെ ചിലവായി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിയാൽ അത് എന്നും അടുക്കളയിൽ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാ. ഈ കട്ടിംഗ് ബോർഡിന് എത്ര വില എനിക്ക് ഓർമ്മയില്ല. ഇതോ പച്ചോനായി തമ്പുരാൻ, ഇത് സൂപ്പർ കത്തി. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്താലോ? ഇത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ രസമല്ല. ആ കൈക്കോട്ട് അങ്ങനെ. പിന്നെ ഒരു ബ്രഷ്, ബാത്റൂമിൽ എടുക്കുന്ന ബ്രഷാണ് ഇത്. ഇതിന് നമ്മളുണ്ടല്ലോ ഈ വൈപ്പറല്ല ഈ പൊടി, ഇതിൻ്റെ അടുത്ത് ഉണ്ടായിനി. ഞാൻ ഉപയോഗിച്ചിന് ഒരു ഇരുമ്പിൻ്റെ പൊടിയുള്ള വൈപ്പറേന്. ആ ഇരുമ്പിൻ്റെ പൊടിയിൽ ഇവിടെ വെള്ളം നിന്നിട്ട് എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ആരും ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇരുമ്പിൻ്റെ പൊടി ആയതുകൊണ്ട് എന്താകുക, ഇവിടെ വെള്ളം നിന്നിട്ട് ഇത് നുരുമ്പി കേടുക. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും ഞാൻ ഇരുമ്പിൻ്റെ പൊടിയുള്ളത് വാങ്ങൂല, എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പൊടിയുള്ളത് മതി എന്നോട് പറഞ്ഞു. അങ്ങനെ ഇത് പ്ലാസ്റ്റിക്കാണ്. മരത്തിൻ്റെതായാലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചായ മണയിക്കാരം. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എനിക്കറിയില്ല. ഏതെങ്കിലും ഞാൻ ചുമരുമലെന്ന് വരുത്തിയാൽ ചിലപ്പോൾ പെയിൻറ്റ് പോകും. ഇതിന് കവർ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ പെയിൻറ്റ് പോകില്ല. അതുകൊണ്ട് വരുത്തി ഞാൻ സൂപ്പർ അങ്ങനെ അത്. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സാധനം വാങ്ങിനി, അതും കൂടി ഞാനങ്ങനെ കൂട്ടത്തിൽ വാങ്ങി. ഇതാണ് സുജാതൻ്റെ മിക്സിൻ്റെ ജാറ്. ഇതിനെന്നും ഞാൻ വില ചോദിച്ചു പോരുമ്പോഴൊക്കെ എത്രയും കാരണം അറിയാല, 700 രൂപ 670 രൂപ അങ്ങനെ ആകുമ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റൂല. എന്നിട്ട് ഞാൻ വാങ്ങൂല്ല കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ വെച്ച് നീട്ടി വലിച്ച് അങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പൊടിച്ചണമെങ്കിൽ ചെറിയ ജാറ് തന്നെ വേണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറിയ മിക്സിൻ്റെ ജാറ് വാങ്ങാമെന്ന് കരുതിയിട്ട് സുജാതൻ്റെ ജാറ് വാങ്ങിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 670 രൂപയാണ്. ഉപകാരം നടക്കല്ലേ, സൂപ്പർ ജാറ്. മിക്സി ആണെങ്കിൽ തല്ലിപ്പൊളി മിക്സിക്ക് നല്ല സൂപ്പർ ജാറ്. എന്താ പറയുക, തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിൻ്റെ കൂട്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് അടച്ചേക്കാം. ഇത് മിക്സിമ വെച്ച് നോക്കി പാകാണ്. ഇനിയിപ്പോൾ എന്നും ഇതിൽ തന്നെ കടൻ്റെ പരിപാടി. ഓക്കെ, അങ്ങനെ സുജാതനെ ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഉണ്ട് ഒരു വെള്ള കട്ടിംഗ് ബോർഡ്. എന്ത് വെച്ചാലും വിറ്റുണ്ടല്ലോ. എന്ത് വെച്ചാലും എന്താ വെച്ചാൽ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ വെള്ള കട്ടിംഗ് ബോർഡുമ്പോൾ കരിമ്പന കുത്തുക, കറുത്ത പുള്ളി വരിക, അല്ലെങ്കിൽ കത്തി വരുന്ന അടയാളം വരിക. അങ്ങനെ അടയാളം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരിക. ഞാൻ എത്ര ഉരച്ച് നന്നാക്കിയിട്ടോ നന്നാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചോപ്പ് വാങ്ങാം. ഇത് ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് വാങ്ങിയാണ്ട് നല്ല ബാഗ് എന്താ പറയുക കവറിലാക്കിയതാണ്. എന്നിട്ട് ഇതിലൊക്കെ പാടെ കൂട്ടിക്കലക്കിയാൽ ഇനി ചിലപ്പോൾ ചീത്ത വരും. കാരണം എനിക്കൊരു കട്ടിംഗ് ബോർഡ് ഉണ്ട്, ഒരു വെള്ള കട്ടിംഗ് ബോർഡ്. അതാണെങ്കിൽ ആകെ ഇതാകുക, ചളി കുടിച്ചുക. എന്താ പറയുക, ചളി ഉരച്ചിട്ട് പോകണില്ല. ഉരക്കുന്നോറും കഴിയുമ്പോൾ വിര വീണ് കൂടുതൽ കറ വീഴുക. ഇനി ഇതൊന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം റിസൾട്ട്. ഇത് കട്ടിംഗ് ബോർഡ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കത്തി. നിങ്ങൾക്കറിയാലോ, കത്തി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം. അത് നമുക്ക് എപ്പോഴും കൂട്ടത്തിൽ നല്ലൊരു കത്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഏതായാലും നമുക്ക് ഈ കത്തി ഒരു കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കത്തി സൂപ്പറാണ്.
ഇത് ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് വാങ്ങിയതാ. ഇതൊക്കെ ഒരു അനാവശ്യ ചെലവാണെന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് എൻ്റെ സ്വന്തം പൈസക്ക് വാങ്ങിയതാ. എനിക്ക് ഇപ്പ എന്ന് പറയണേ ഇപ്പം എനിക്ക് 27,000 പൈസ അല്ല, എന്താ പറയുക, പെരുന്നാളിൻ്റെ പൈസ ഇട്ടില്ലേ, ആ പൈസ തന്നി. അത് പാർത്തിച്ച് പോലും പാർത്തിച്ച് ഇത്ര ദിവസം പാർത്തിച്ചു. ഇനി എനിക്ക് തോന്നി ഇതിനി പാർത്തിച്ചാൽ വേറെ എന്തെങ്കിലും വാങ്ങിയിട്ട് ആവശ്യമില്ലാത്ത ഓരോ സാധനം വാങ്ങിയാണ്ട് ആ പൈസ പോകും വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കത്തി അങ്ങോട്ട് വാങ്ങാമെന്ന്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇനി ഞാൻ അടുക്കളയിൽ ചിക്കൻ വെട്ടാൻ ഈ കത്തിയായിരിക്കും ഉപയോഗിക്കുക. ചിക്കൻ മാത്രമല്ല, വെജിറ്റബിൾ ഫുള്ള് കട്ട് ചെയ്യാനൊരു കത്തി കിട്ടി. സൂപ്പർ കേട്ടോ. തുടരെ അപകടം ഉണ്ടാക്കല്ലോ. അങ്ങനെ ആ കത്തി അത് സൂപ്പർ. അതിന് വില ഉണ്ട് കേട്ടോ. അതിനത്ര 250. ഞാൻ ഇതിന്റെ വില അറിഞ്ഞടി കൈക്കോട്ടിന് 125, ഇതിനെത്ര 150, മിക്സിന്റെ ജാറിന് 670. സൂപ്പർ. ഇതെല്ലാവർക്കും അറിയില്ല. ഇത് നമ്മളെ ചപ്പാത്തി ഞാൻ ചൂടലില്ല. എന്താന്ന് വെച്ചാല് ചപ്പാത്തി ചൂടാത്ത കാരണം എന്താ നിങ്ങൾക്ക് വല്ല കൊടുത്തുണ്ടോ? ചപ്പാത്തി പരത്താൻ പലകല്ലാത്തോണ്ട് ഞാൻ ഇതുവരെ ചപ്പാത്തി ചൂടാതെ ഇങ്ങനെ ജീവിച്ചു പോയി. ഇനി ചപ്പാത്തി ചൂടുവല്ലേ എന്ന് കണ്ടറിയാം. അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. ചപ്പാത്തി പറ്റില്ലല്ലോ. എന്നാലും എനിക്കത് കണ്ടപ്പെടുക്കാൻ തോന്നി. കാരണം ഇതിന് 180 രൂപ. ഇതിന്റെ മരത്തിന്റെ ഉണ്ട്, അതിന് 160 രൂപ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് മാർബിൾ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇത് വാങ്ങി. 180 തോന്നുന്നുണ്ട്. ഞാൻ അത് കാട്ടിക്കാം. ഇത് നമ്മളിതിന് പറ്റിയൊരു കോയില്. ഇത് പറ്റൂല്ലെന്ന് എനിക്കറിയില്ല. ഇത് പറ്റൂലെങ്കിൽ നമ്മള് PVCന്റെ പൈപ്പ് എടുക്കും. നമ്മളോടെ കളി. ഇത് പറ്റൂലെങ്കിൽ PVCന്റെ പൈപ്പ്, അങ്ങനെ അതും പറ്റും. എത്ര ഇത് കുക്കറിന്റെ പൊടി പോയാൽ നമ്മള് പൊടി ഇല്ലാത്ത കുക്കർ ഉപയോഗിക്കണേലാണ് നല്ലത്. പൊടിയുള്ള കുക്കർ പൊടി ഇട്ടുകാണ്ട് ഉപയോഗിക്കുന്നതാണ് മക്കളെ നല്ലത്. അതുകൊണ്ട് പൊടി ഇല്ലാത്ത കുക്കർ ഒരിക്കലും വാങ്ങിയിട്ട് പൊടി കേട് വന്നെങ്കിൽ ഞാൻ പൊടിക്ക് എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിൽക്കാതെ ഇതുപോലത്തെ ഒരു പൊടി വാങ്ങുക. എന്നിട്ട് കുക്കറുമായി ഫിറ്റാക്കുക. നമ്മളെ കുക്കർ എത്ര അളവിൻ്റെ ആണെന്ന് പറഞ്ഞെടുക്കുക. വളഞ്ഞ വാലാണോ നേരെയുള്ള വാലാണോ എന്നൊക്കെ പറഞ്ഞെടുക്കുക. അതിനനുസരിച്ചുള്ള പൊടി നമ്മൾ കൊണ്ടുപോയിക്കാണ്ട് വാങ്ങുക. അപ്പം അതുപോലെ ഒരു പൊടി നമുക്ക് അങ്ങനെ അത്. പിന്നെ അടുത്തതായിട്ട് ഇതാ ബ്രഷ്. നമ്മൾ എന്താ പറയുക അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ ബ്രഷ്. നിങ്ങളൊക്കെ അപ്പം ചുടുമ്പോൾ ഇത് ഉപയോഗിക്കണ്ടോന്നില്ല എനിക്കറിയില്ല. ഞാനിത് ഉപയോഗിക്കാം. വേറല്ല, സാധനങ്ങൾ കഴിഞ്ഞു. ഇത് നമ്മളെ മൂപ്പരാക്കാൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം, തലയണ കവർ. അത് ഞാൻ വാങ്ങിയതല്ല, അത് മൂപ്പരാക്ക വാങ്ങിയതാ. അതാകട്ടെ. പിന്നെ അത് ടാപ്പ്. ഇതൊരു വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം. ഇതാ കമ്പിച്ചണ്ടി, അതെന്തായാലും അത്യാവശ്യമാണ്. അങ്ങനെ അത്. പിന്നെ ഇത് അത്യാവശ്യം തന്നെ. ഇത് അത്യാവശ്യം തന്നെ. ഇതിന്മ 2 ആണിയുണ്ട്. ഈ ആണി അടിച്ചിട്ട് എടുത്തു കാട്ടല്ല, നമ്മള് ഇതിങ്ങനെ വെച്ചെടുക്കുക. ഇതിങ്ങനെ വെച്ചെടുക്കുക. ചുമരുമ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 2 ആണിയുണ്ട്. ഇതാ ഈ സംഭവം, ഈ ആണി നിങ്ങൾക്ക് കാണുന്നുണ്ടോ അല്ലേ എനിക്കറിയില്ല. അതാ ആണി കാണിച്ചെടുത്ത ആ ആണിയുണ്ട്. ഇനി ഇങ്ങോട്ട് കാട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് ഒരു ചുറ്റിക എടുത്തുകാണ്ട് ഇങ്ങനെ ഈ ആണി മേടിക്കാണ്ട് ഇങ്ങനെ താഴ്ത്തി കൊടുത്താൽ ഇതിവിടെ കുടുങ്ങി നല്ല ടൈറ്റായിട്ട് നിൽക്കും. നല്ല സൂപ്പറായിട്ട് എനിക്ക് തോന്നി. ഇത് വാങ്ങുമ്പോൾ ഒരു കഥ ഓർമ്മ നിൽക്ക്. ഞാൻ ഇത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചുറ്റിക വാങ്ങിയാണ്ട് വെച്ചിനി. കവറിലിടാൻ ഞാൻ മറന്നു. ഞാൻ ആ കടക്കാരനെ വിളിച്ച് പറഞ്ഞ് ഞാനിത് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഈ സാധനങ്ങളൊന്നും വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ അടുത്ത് പൈസ അല്ലേ ഇനി കൊടുക്കാൻ. ഞാൻ വീട്ടിൽ കൊണ്ടുവരാത്തതുകൊണ്ട് കടയിൽ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തിന് ആൾ വരും കൊണ്ടുവരാൻ. അപ്പം നിങ്ങൾ അതിക്കൊരു ചുറ്റിക വെക്കുമെന്ന് പറഞ്ഞു. അത് ചുറ്റിക വെക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്കെന്നെ പേടി. ഇവർക്ക് എന്തിനാ അപ്പോൾ ചുറ്റിക എഴുതിയാണ്ട് അയാൾ പറഞ്ഞു. മൂപ്പരാക്ക വന്നപ്പോൾ അപ്പോൾ ചുറ്റിക ചോദിച്ചിനി അതേക്ക് വെക്കണമെന്ന് ചോദിച്ചു. ഞാൻ അതിൽ പറഞ്ഞു ചുറ്റിക ഒന്നും വേണ്ടാന്ന് പറഞ്ഞാണ്. ചുറ്റിക അവിടെ വെച്ച് അതുകൊണ്ട് എന്താണ് വേണമെങ്കിൽ അതിലൊക്കത്തെ ചുറ്റിക കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സൂപ്പറാണ്. ഇങ്ങനത്തെ ഒരു 4 ഞാൻ വാങ്ങി. നമ്മൾ ആണ്ടിലൊരിക്കലുള്ള പർച്ചേസിങ് ആണ്. അങ്ങനെ ഈ ഒരു പർച്ചേസിങ് വീഡിയോ ഇവിടെ വൈൻഡപ്പാക്കാണ്. അങ്ങനെ പിന്നെ ടവല്, 3 ടവല്. ഇത് അടുക്കളയിൽ എനിക്ക് വീതന തീർക്കാനുള്ള ടവലാണ്. ഇതിന് കുറച്ച് പൊടിയൊക്കെ ആയതുകൊണ്ട് ഇത് 3 എണ്ണം 20 രൂപ. നല്ല തുണിയാണ് കേട്ടോ. ഇത്
നല്ല 3 20 തുടച്ചാൽ നല്ല നീറ്റായി നിൽക്കും. അങ്ങനെ ഈ 3 വാങ്ങി, അത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം എന്നെ അറിയണവർക്കോ എൻ്റെ കുടുംബക്കാർക്കോ അല്ല എൻ്റെ സബ്സ്ക്രൈബർമാർക്കോ ഇതിലേതെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ്. എന്താ പറയുക, വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിഞ്ഞൊരു വട്ടം വെക്കുക. സാധാരണ എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഉണ്ടാവാറുള്ളത്. ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങി എൻ്റെ വീട്ടുകാർക്ക് എനിക്ക് കാണിച്ചെടുക്കാൻ ഞാൻ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ആ വീട്ടുകാർക്ക് കാണിച്ചെടുക്കണത് ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോ എടുത്ത് വീട്ടുകാർക്ക് കാണിച്ചെടുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ സബ്സ്ക്രൈബർമാരായ ആളുകൾക്കും കൂടി ഉപകാരമാകുകയാണെങ്കിൽ ഓരും കൂടി ഇങ്ങനത്തെ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതൊക്കെ ഞാൻ വാങ്ങിയത് മഞ്ചേരി VK സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഓല കടനുണ്ട്, എന്താ പറയുക, ബൈപ്പാസിൽ തുറക്കൽ ബൈപ്പാസിലുണ്ട് ബിഗ് സ്മാർട്ട്. ഈ 2 കടകളിൽ നിന്നാണ് ഞങ്ങൾ സാധനം വാങ്ങാറുള്ളത്. അവിടെയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിന് കിട്ടുക. അപ്പം അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ്. ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ, സീ യു. കഴിഞ്ഞു.